നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ വയലാർ രവിയാണ്. വയലാർജി, താങ്കൾക്ക് സ്വാഗതം. കൊള്ളാം. ഞാനിപ്പോ കറക്റ്റ് കേട്ടെ, ആദ്യമായി ചേർത്തില്ല കേട്ടോ. ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അന്യോന്യത്തിൽ ആദ്യമായാണ് അങ്ങ് പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അന്യോന്യത്തിൽ ആദ്യമായിട്ട് അങ്ങ് എത്തുന്നത് കേരള രാഷ്ട്രീയം ഒരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയാണോ? നിർണായക വഴിത്തിരിവൊന്നുമില്ല. സാധാരണ മുന്നണിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തൊന്നുമില്ല. എ കെ ആന്റണിയുടെ ബ്രഹ്മോസ് പ്രസംഗം, അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് നടന്ന പ്രസംഗം, ബ്രഹ്മോസ് പ്രസംഗത്തോടുകൂടി ഉണ്ടായ ആ വിവാദങ്ങൾ കാസർഗോട്ടെ പ്രസംഗത്തോടുകൂടി അവസാനിക്കുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അത് അവിടെ അത് താൽക്കാലികമായി ഒന്ന് ശാന്തമാകാമെങ്കിലും അതിനെ എടുത്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സ്വാഭാവികമായും മാസറ്റ് പാർട്ടിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഒരുപക്ഷെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റടിസ്ഥാനത്തിലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ പറയാം. അങ്ങനെ ഒരു ഉദ്ദേശത്തിന് അപ്പുറത്ത് എന്തെങ്കിലും ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോക്ക് കൂടിപ്പോയോ? അദ്ദേഹം രണ്ടാമത് കുറയ്ക്കുകയാണോ ചെയ്തത്? അതിപ്പോ എന്താ വെച്ചാൽ ഘടകകക്ഷിയിൽ എല്ലാവരും ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. സോ ദേ ട്രൈ ടു സോർട്ട് ഇറ്റ് ഔട്ട്. ആ ഒരു പരിധിയിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതാണോ ആന്റണിയുടെ പരാമർശങ്ങൾ? അല്ല, അതിനെ വ്യാഖ്യാനിക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ അവരുടെ സൗകര്യാനുസരണം വ്യാഖ്യാനിക്കാൻ കഴിയും. പണ്ടേ ആന്റണി ഇങ്ങനെ ഒരു ഡിഫറൻസ് ഒപ്പീനിയൻ, ഒരു ഡിഫറന്റ് വ്യൂ പറയുന്ന ഒരാളാണ്. ഏറ്റവും ഞാൻ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ ഞാൻ പറയുന്നത് വളരെ അഗ്രസീവായി പറയും. എനിക്ക് വലിയ സോഫ്റ്റ്നെസ് ഇല്ല, ഒരു മാർദ്ദമില്ലാത്ത ഒരാളാണ് ഞാൻ. ആ വർത്തമാനം പറയുമ്പോൾ അങ്ങ് പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാരത്തിൽ പറയുകയും ഞാൻ മറച്ചു വെക്കാറില്ല, ഞാനൊന്നും ഒതുക്കി വെക്കാറില്ല. തോന്നിയ കാര്യം പറയാതെന്ന് പറയും. പക്ഷെ ആന്റണി അങ്ങനെയല്ല, മിതവാക്കായ ഒരു മനുഷ്യൻ. നേരത്തെയും പറയും, ഡിഫറൻസ് പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആന്റണി മനസ്സുറപ്പിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കണം എന്ന മട്ടിൽ തന്നെ മനസ്സുറപ്പിച്ച് പറഞ്ഞതുപോലെ ആളുകൾ എടുത്തത്. അത് ശരിയല്ലേ? ശരിയായിരിക്കും. ആനെ കേരളത്തിന് അറിയാലോ. അതാരോ പത്രങ്ങൾ എഴുതിയല്ലോ, ഇങ്ങനെ മതൃഭാഷയായ കെ ആന്റണി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ ചെറുതായി കാണണ്ട എന്ന് ചില പത്രങ്ങളൊക്കെ എഴുതി. ദാറ്റ്സ് ആൻ അനാലിസിസ്. LDF സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട്, അതിലെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പുകഴ്ത്തിക്കൊണ്ട്, വ്യവസായ മന്ത്രി എളമരം കരീമിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അത് അതിരുവിട്ടോ? അത്രയും പറയാൻ മാത്രം കാര്യങ്ങളില്ല എന്നാണ് എന്റെ അഭിപ്രായം. എ കെ ആന്റണി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയും ഗവൺമെന്റും പരിശോധിക്കും എന്ന് പലരും അഭിപ്രായപ്പെട്ടു കണ്ടു. താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട്? ആലോചിക്കട്ടെ. എ കെ ആന്റണിയെ പോലുള്ള അഭിപ്രായം പറഞ്ഞാൽ വിയോജിപ്പുണ്ടാകണം. എങ്കിൽ പോലും വിയോജിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതാണ്. അത് നിശ്ചയമായിട്ടും അത് ചർച്ച ചെയ്യുന്നത് വിമർശനാത്മകമാകല്ല, ക്രിയാത്മക ചർച്ച ചെയ്യണം. തിരുത്തപ്പെടേണ്ട എന്തൊക്കെയോ കേരളത്തിലെ കോൺഗ്രസിൽ, കേരളത്തിലെ UDF ഉണ്ട് എന്നല്ലേ ആ നിരീക്ഷണത്തിനർത്ഥം? അതിനെ തിരുത്തപ്പെടേണ്ടതല്ല, കുറച്ചുകൂടെ ഐക്യത്തോടെ പോകണം. കേരളത്തിന്റെ പുരോഗതിക്കുള്ള ഒരു ഐക്യമായി നിങ്ങളത് കൊണ്ടുപോകണം എന്നൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു ഡൈനമിസം ഇല്ലേ, നമ്മൾ പറയല്ലോ ഡൈനമിസം ഗവൺമെന്റ്. ആ ഡൈനമിസം ഉണ്ടാകണം കൂടുതൽ എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു ഊർജ്ജസ്വലത കുറവ് അത് മാത്രമാണോ ഗവൺമെന്റ് ഇപ്പൊ നേരിടുന്നത്? വേണമെന്നുള്ള ഉദ്ദേശം ഉണ്ടാവുക. അല്ല, ഇപ്പൊ ഈ വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു കുറവ് തോന്നാമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ മാധ്യമങ്ങൾ ദിവസം വിമർശനമല്ലേ വരുന്നത്. ഈ കോൺഗ്രസ് അനുകൂലിക്കുന്ന ഗവൺമെന്റ് അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണെങ്കിൽ പോലും വിമർശനങ്ങളും അത് അതിന്റെ അനാലിസുകളൊക്കെ വരുമല്ലോ. കാരണം അങ്ങനെയൊക്കെ വരുന്നുള്ളതായിരിക്കാം. എ കെ ആന്റണിയുടെ പ്രസംഗം വരുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ചൂടോടെ ചർച്ച ചെയ്തൊരു വാർത്ത, KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ പോകുന്നു, അങ്ങനെ തീരുമാനം ധാരണ ആയിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ശ്രദ്ധപ്പെട്ടിരുന്നു? ഞാനത് കണ്ടിരുന്നു. പക്ഷെ അനുകൂലികൾ കമന്റ് ചെയ്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അതിന്റെ പുറത്ത് തർക്കം വേണ്ട. പക്ഷെ അതിനാവശ്യമില്ലാത്ത തർക്കമായിരുന്നു. KPCC പ്രസിഡന്റ് മാറണ വേണ്ടതെന്ന് ഇവിടുത്തെ പത്രങ്ങൾ ചർച്ച ചെയ്തിട്ടോ കോൺഗ്രസ് പത്രം വേണ്ടോ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് AC തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ അതിലാവശ്യമുള്ള ചർച്ചയായിരുന്നില്ല. രമേശിന് അതിന് താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ രമേശിന് മന്ത്രിയാകണമെങ്കിൽ ആദ്യമാകാമായിരുന്നു. അന്ന് ആകണ്ടെന്ന് വെച്ചതാണ്. സത്യത്തിൽ രമേശ് മന്ത്രിസഭയിൽ വരണമോ വേണ്ടയോ തുടങ്ങിയ തർക്കങ്ങൾ ഉണ്ടാകുന്നതും അതിന് മറുപടി വരുന്നതുമൊക്കെ UDFൽ നിന്ന് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആദ്യം തന്നെ രമേശ് മന്ത്രിയാകാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരസിച്ചു എന്നാണ്. അദ്ദേഹം നിരസിച്ചു. അത് നിരസിച്ചതിന് പല കാരണങ്ങളുണ്ടെന്ന് കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ശരിയല്ല. ഐ ഡോണ്ട് വാണ്ട് ടു
സേ ദാറ്റ്. പിന്നെ അദ്ദേഹം പി സി പ്രസിഡന്റായി തുടരുന്നു. അത് കഴിഞ്ഞ് മാറണോ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ മാറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ താല്പര്യമാണോ ഇപ്പോ ഇതിന് പുറകിൽ ഉള്ളത്? വേറെ എന്ത് താല്പര്യം? അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഏതായാലും ഈ ചർച്ച ഇങ്ങനെ ഉണ്ടാകി എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമല്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത്. അതല്ലാതെ സംഭവിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കെ പി സി പ്രസിഡന്റ് മാറണോ അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയാണോ, അതൊക്കെ ഒരു ചർച്ചയെ കൂടെ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പരസ്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അതിന്റെ അപ്പുറത്ത് UDF മുന്നോട്ട് വയ്ക്കുന്ന നേതൃത്വത്തിലുള്ള സാമുദായികവും മതപരവുമായ ചേരുവ ഒരു പ്രശ്നമായി കേരളത്തിൽ മാറിയെന്ന് UDFൽ ആരെങ്കിലും കരുതുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രവണത അതൊരു ആരോഗ്യകരമായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് വിട്ടുകൊടുക്കുക, അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായം പറയാം. സാമുദായിക സംഘങ്ങൾക്ക് അഭിപ്രായം പറയാം, ഒരു സമുദായത്തിന്റെ താല്പര്യത്തിന് ദോഷമില്ല അഭിപ്രായം പറയാം. ഞാൻ എതിർക്കുന്ന ഒരാളല്ല. യെസ്, ദേ ക്യാൻ സേ. പക്ഷെ രാഷ്ട്രീയം എങ്ങനെ പോണം എന്ന് സാമുദായിക സംഘടനകൾ നിശ്ചയിക്കുന്നതും അജണ്ട ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ ഒരു പ്രവണത കേരളത്തിൽ കാണുന്നുണ്ടോ? ജാതി സംഘടനകളും സാമുദായിക സംഘടനകളും മത നേതാക്കളും ഇടപെടുന്നുണ്ട് രാഷ്ട്രീയത്തിൽ. ഇടപെടുന്നതുകൊണ്ടെന്നുള്ള ഞാനിപ്പോ അതിനകത്തില്ലാന്ന് പറയാൻ പറ്റില്ല. ഇടപെടുന്നുണ്ടെന്നുള്ളത് അത് ഞാൻ പറയുന്നില്ല. അതൊരു പുതിയ കാര്യമല്ല കേരളത്തിൽ. രമേശിന്റെ മന്ത്രിസഭാ പ്രവേശം എന്ന പ്രശ്നത്തിന് പുറകിൽ സാമുദായികവും മതപരവുമായ ഒരു അജണ്ട കൂടി ഉണ്ടോ? അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തോന്നുന്നില്ല. അങ്ങനെ ഒരു ആ ഒരു സാമുദായിക പ്രായത്തിലൊക്കെ മുന്നണിക്കകത്തുണ്ടല്ലോ. തീർച്ചയായും താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സെക്യുലർ പാരമ്പര്യത്തിൽ നിന്ന് അതിനെ അങ്ങനെ തന്നെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ മതസംഘടനകളും സാമുദായിക സംഘടനകളും ജാതി സംഘടനകളും അല്ലെങ്കിൽ നേതാക്കളും ഒക്കെ ഉയർത്തുന്ന ഈ വാദത്തിന് ചില കാരണങ്ങൾ UDFൽ നിന്ന് സൃഷ്ടിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും പെരുമാറ്റം, ഉദാഹരണം മുസ്ലിം ലീഗിന്റെ ഒരു പെരുമാറ്റം, അങ്ങനെ ഒരു സന്ദേശം ഇത്തരം സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ അവർക്ക് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു മുസ്ലിം താല്പര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെ സമ്മർദ്ദങ്ങൾ വരും. ലീഗിനെ നിർത്തേണ്ടടുത്ത് നിർത്തുക, ചേർക്കേണ്ട രീതിയിൽ ചേർക്കുക, അതിലൊരു സമതുലിതാവസ്ഥയുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എവിടെയെങ്കിലും? അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നെ കാണാവുള്ളൂ. ഈ ഓരോ ഘടകകക്ഷിക്കും അതിന്റേതായ പ്രാധാന്യം നമ്മൾ കാണണം. ഒരാളെ കൊച്ചാക്കിയും കാണാൻ പാടില്ല. ഇപ്പൊ കേരള കോൺഗ്രസ് ആണെങ്കിൽ അവർക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട്. മുസ്ലിം ലീഗിന് കോൺഗ്രസ് രണ്ടാമത്തെ സ്ഥാനമെന്ന് മാത്രമല്ല അവരുടെ ഒരു സ്വാധീനം അംഗീകരിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഉള്ളപ്പോ തന്നെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ പിന്നെ ഇവിടെ ഉണ്ടായ വിവാദം എന്ന് പറയുന്നത് ചോദിക്കാനും പറഞ്ഞേക്കാം, അഞ്ചാം വിവാദം. അതാണ് ഒരു വിവാദം ഉണ്ടായത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വിവാദത്തിന് ഒരിക്കലും അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെ നേരിടാൻ വേണ്ടി ചില വകുപ്പ് മാറ്റങ്ങളിലൂടെ കൂടുതൽ അപകടത്തിലേക്ക് പോയി. ഇല്ല, ഉമ്മൻചാണ്ടി വകുപ്പായിരുന്നു, നല്ല വകുപ്പായിരുന്നു, നല്ലതായിരുന്നു. എങ്കിലും ജാതി നോക്കി വകുപ്പ് കൊടുത്തു എന്നൊരു ആരോപണം കേട്ടില്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ജാതി നോക്കി അല്ലെങ്കിൽ പോലും അങ്ങനെ ആർക്ക് കൊടുത്താലും പറയുമല്ലോ.